Morning. Morning, ma'am. Morning. Good morning, ma'am. Morning. Morning. Good morning. Morning. Morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Okay, very good morning to all. Prayer ആരാണ്? Good morning, ma'am. Prayer. Prayer, ma'am. ആരുമില്ല. പ്രയർ ഞാൻ പാടാം മാം. Okay. Good morning, ma'am, and good morning, my dear friends. Okay. There shall be showers of blessing. This is the promise of love.
There shall be seasons refreshing, sent from the Savior's above. Showers, showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Okay, thank you, ma'am. Okay, thank you. Thought of the day. ഞാനാണ് മാം. Ah. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു ചെറിയ കവിത കേൾക്കാം. വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം നാം സ്വയം നന്നാവുക. സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, കോഴ വാങ്ങലില്ലാതാകണമെങ്കിൽ കോഴ കൊടുക്കലില്ലാതാവണം. കോഴ കൊടുക്കലില്ലാതാകണമെങ്കിൽ കാശില്ലാതാകണം. കാശില്ലാതാകണമെങ്കിൽ കീശയില്ലാതാകണം. കീശയില്ലാതാകണമെങ്കിൽ ആശയില്ലാതാകണം. ആശയില്ലാതാവണം എന്ത് ചെയ്യണമെന്ന് പറയാൻ എനിക്കറിയില്ല. ഈ അജ്ഞാനമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ യേശു ആകാതെ ചെറു ഒരു അശു ആയത്. ഇത്ര വലിയൊരു കവിയായ കുഞ്ഞുണ്ണി മാഷ് എത്ര വിനയത്തോടെയാണ് ഞാൻ ഒന്നുമില്ല എന്ന് പറയുന്നത്. വിനയം അത് മാറ്റത്തിന്റെ ഒരു അടിസ്ഥാനം തന്നെയാണ്. തോട്ട് ബൈ റോഷ്നി. ഹാവ് എ നൈസ് ഡേ. Okay, thank you. Signing. Okay, signing ഞാൻ പറയാം. Then Good where are morning. you doing that? മാം ആക്ച്വലി ഞാൻ പറയാം മാം. എന്നാ പറഞ്ഞു അല്ല, നിങ്ങൾ ആരും വേറെ ആരും പ്രിപ്പയർഡ് ആയിട്ടില്ലേ? മാം. ഈ ആഴ്ചത്തെ കോർഡിനേറ്റർ ഇതായില്ലായിരുന്നു, അപ്പൊ ഇന്നലെ ഫുൾ എല്ലാം ബ്ലാങ്ക് ആയി പോയി. അപ്പൊ അതുകൊണ്ട് ഇന്ന് അങ്ങനെ പറയാണ്ടിരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പറഞ്ഞോളൂ. Good morning all. Welcome to all our class. Trust is like glass. Once broken, it will never be the same again. Sign in by Vinita. Okay, very good. Yes, good morning. ഗുഡ് മോർണിംഗ് മാം. Good morning to all. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം സുഖം മാം. ഭയങ്കര ചൂടാണ്. ഫസ്റ്റ് ഫെയറുകളിൽ നിന്ന് ക്ലാസ്സില് എല്ലാവരും ഇത്ര ഉണ്ടാവാറുള്ളോ സ്ട്രെങ്ത്? എല്ലാം കുറവാണല്ലോ. നമ്മള് ചാപ്റ്റർ 4 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ് എടുത്തോണ്ടിരുന്നത് അല്ലേ? ഈ ഒരു പാരഗ്രാഫ് എടുത്തായിരുന്നോ? ഇത് കംപ്ലീറ്റ് എടുത്തില്ലേ? ഫസ്റ്റ് പോയിന്റ് വരെ. 5th പോയിന്റ് വരെ എടുത്തോളൂ. മറ്റേ ലാസ്റ്റ് പാരഗ്രാഫ് ഉണ്ടെന്ന് തോന്നുന്നു. എടുത്തിട്ടില്ല. ഇല്ല. യെസ്, ഒരാളൊന്ന് വായിക്കൂ, ഞാൻ വിളിക്കാം. സുരമ്യ, ഒന്ന് വായിക്കൂ. സുരമ്യ. റോഷ്നി വായിക്കൂ കേട്ടോ. Yes, ma'am. There is a natural tendency in every child to become independent. The child wants to explore the movement and gain control over his or her muscles and development better coordination. If opportunities are not given to them for such analysis, they are not likely to become self-confident and are likely to lag behind in developing motor skills. Children generally start speaking words like ba, pa, ma around 6 months, and gradually their vocabulary increases.
Talking to them and encouraging them to talk on stage is very important for their language development. Early stimulation help them to practice mastering the language. There are many children who do not get the right kind of environment during childhood days. There is no one to boot them and any facility. Even if they have all the potential, the environmental condition prevailing at home tend to cartoon their growth and development. Okay. Yes. There is a natural tendency in every child to become independent. എന്ത് നാച്ചുറൽ ടെൻഡൻസിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്? എല്ലാ കുട്ടികളും സ്വതന്ത്രരാകാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെ? നമുക്ക് എപ്പോഴും സ്വതന്ത്രമായിട്ട് വളരെ ഫ്രീ ആയിട്ടിരിക്കാനാണ് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അത്തരത്തിലൊരു സ്വാഭാവിക പ്രവണത കുഞ്ഞുങ്ങൾക്കുണ്ട് അല്ലെ? എല്ലാവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളായാലും നമ്മളായാലും എന്താണ്, സ്വതന്ത്രരായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നാച്ചുറൽ ടെൻഡൻസി ഇൻ എവറി ചൈൽഡ് ടു ബിക്കം ഇൻഡിപെൻഡന്റ്. അപ്പൊ എല്ലാ കുട്ടികളും എന്താണ്, സ്വതന്ത്രരാകാനുള്ള ഒരു സ്വാഭാവിക പ്രവണതയുണ്ട്. The child wants to explore the movement and gain control over his her muscles and develop better coordination. The child wants to explore the movement. കുട്ടികൾ അവരുടെ മൂവ്മെന്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാണ്. അതായത് അവരുടെ പേശികളിലെ നിയന്ത്രണങ്ങൾ വരുന്നു അല്ലെ? പേശികളിലെ എന്താണ് മൂവ്മെന്റ്സുകൾ, അത് മസിൽ മൂവ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു, ബെറ്റർ കോർഡിനേഷൻ. മസിൽ മൂവ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് കുട്ടികളിൽ എന്തുണ്ടാവുന്നത്, ബെറ്റർ കോർഡിനേഷൻസ് നടക്കുന്നത്. ഓക്കെ, അവർക്ക് ഫ്രീ ആയിട്ട് മൂവ്മെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ഡെവലപ്പ് ആയിരിക്കണം? പൂർണ്ണമായിട്ട് എന്ത് ഡെവലപ്പ് ആയിട്ടുണ്ടായിരിക്കണം? എന്ത് ഡെവലപ്പ് ആയിട്ടുണ്ടായിരിക്കണം? മസിൽസ്. യെസ്, മസിൽസ് പൂർണ്ണമായി ഡെവലപ്പ് ആയിട്ടുണ്ടായിരിക്കണം അല്ലെ? യെസ്, എങ്കിൽ മാത്രമേ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ബെറ്റർ കോർഡിനേഷൻ, പൂർണ്ണമായിട്ടൊരു ഏകോപനം ഉണ്ടാവുകയുള്ളൂ. If opportunities are not given to them for such analysis, they are not likely to become self-confident and are likely to be lagged again in developing motor skills. ഇപ്പൊ കുട്ടികൾ നമ്മളിപ്പോ പറഞ്ഞപ്പോ അവർക്ക് പേശികൾ മസിൽസിലെ ഡെവലപ്മെന്റ്സ് ഉണ്ടായാലേ മാത്രമേ നല്ല മൂവ്മെന്റ്സ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞല്ലേ? കുട്ടികൾക്ക് ഈ മൂവ്മെന്റ്സ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടതുണ്ട്? അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം അല്ലെ? അതായത് അവരുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ, അവരുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ എന്ത് കൊടുക്കുക? അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക. ഒരിക്കലും കുട്ടികളെ മുറിക്കുള്ളിൽ അടച്ചിരുത്തിക്കൊണ്ടല്ല നമ്മൾ വളർത്തേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഏതൊക്കെ ഏജസിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്, ആ ഏജസിൽ അവരെ എങ്ങനെ വിടണം? സ്വതന്ത്രരായിട്ട് വിടണം അല്ലെ? ഇൻഡിപെൻഡന്റ് ആക്കി വിട്ടാൽ മാത്രമേ കുട്ടികളുടെ നോർമലി നടക്കുന്ന, നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മളൊരു മുറിക്കുള്ളിൽ കുഞ്ഞിനെ അടക്കി ഇരുത്തിയാല് കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാവോ? ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ? കോൺഫിഡൻസ് മാത്രമല്ല, അവന്റെ മോട്ടോർ സ്കിൽസ് ഒന്നും തന്നെ ഡെവലപ്പ് ചെയ്യില്ല അല്ലെ? കുഞ്ഞൊന്നും അറിയാത്ത രീതിയിൽ ഒരു പാവയ്ക്ക് തുല്യ, പാവയെന്ന് പറഞ്ഞാൽ എന്താ, അനങ്ങുന്നില്ല അല്ലെ? പാവയ്ക്ക് തുല്യമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് കുട്ടികൾ പോകും. ഓക്കെ, യെസ്. Children generally start speaking words like ba, pa, ma. Around 6 months are gradually their vocabulary increases. ഇനി കുട്ടികളെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, സംസാരം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കുട്ടികൾ സൗണ്ട് പുറപ്പെടുവിക്കുന്നത്? അത് സൗണ്ടാണ് വരുന്നത് അല്ലെ? സൗണ്ടിലൂടെയാണ് കുട്ടികളുടെ ആ ഒരു ഭാഷ വികസിച്ച് വരുന്നത്. അപ്പൊ ഫസ്റ്റ് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? പ, പ, മ അല്ലെ? കംപ്ലീറ്റഡ് അല്ല, കാരണം സ്റ്റാർട്ടിങ് ആണ് അല്ലെ? കംപ്ലീറ്റഡ് അല്ല. ആ ഒരു സൗണ്ട് ഉണ്ടാവും. ലെറ്റേഴ്സിന്റെ ഏകദേശം നമുക്കൊന്ന് മനസ്സിലാവും. ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന മായാണ് അല്ലെ? അമ്മേനെ വിളിക്കുന്നത് കറക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾ കറക്റ്റ് ആയിട്ട് വിളിച്ചു വരും. ചില കുട്ടികൾ ചെറുപ്പത്തിലെ നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്, ചില കുഞ്ഞുങ്ങളെ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും അത് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറയുന്നതാണ് അറൌണ്ട് 6 months. ഗ്രാജുവലി their vocabulary increases. ഇനി ഒരു 6 month കഴിയുമ്പോഴേക്കും എന്താണ്? മ്യൂട്ട് ചെയ്യണേ. ഏതൊരു കാലയളവിലാണ് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നത്? ഏതൊരു കാലയളവിലാണ്? 6 months. ഏകദേശം ഒരു 6 മാസം പ്രായമുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള വേർഡ്സുകൾ കുട്ടികൾ സ്പീക്കിംഗ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, ടോക്കിംഗ് ടു ദം ആൻഡ് എൻകറേജിംഗ് ദം ടു ടോക്ക് ഓൺ സ്റ്റേജ് is very important for their language development. ഇനി കുട്ടികൾ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് നിങ്ങളോട് സംസാരിച്ചു തുടങ്ങിയത്?
എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങിയത്? വെറുതെ ഒരു ദിവസം കുട്ടി വന്ന് നിങ്ങളോട് സംസാരിച്ചോ? അങ്ങനെയാണോ കുഞ്ഞ് സംസാരിച്ചത്? എങ്ങനെയാണ്? അവരുടെ വെക്കാബുലറി വൊക്കാബുലറി ഇൻക്രീസ് ചെയ്തു, ഓക്കെ. പക്ഷെ എങ്ങനെയാണ് കുഞ്ഞ് സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്? ഒരു കുറച്ച് സമയം 6 months കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് എങ്ങനെയായിരുന്നു കുഞ്ഞ് സംസാരിച്ചു തുടങ്ങിയത്? ഓരോരോ ചെറിയ ആക്ഷൻ സൗണ്ട്സ്, പിന്നെ വേർഡ്സ്, അത് കഴിഞ്ഞ് സെന്റൻസിലേക്ക് വരും. ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരും. ഓ, നല്ല അടിപൊളി. ചോദ്യം മനസ്സിലായിട്ടില്ല തോന്നുന്നു. അല്ല മാം, നിങ്ങൾ സംസാരിച്ചിട്ടല്ലേ, നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് അവരോട് സംസാരിച്ചിട്ടല്ലേ കുട്ടികൾ തിരിച്ച് മറുപടി പറയാൻ തുടങ്ങിയത്? നിങ്ങൾ ബൂസ്റ്റ് ചെയ്തിട്ടല്ലേ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ എൻകറേജ് ചെയ്തു, നിങ്ങൾ അവരോട് ടോക്ക് ചെയ്തു. പല വർഷവും നമ്മള് ചില മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളോട് ഒരുപാട് സംസാരിക്കും. നമ്മളൊക്കെ പറഞ്ഞ ചെറുപ്പത്തിൽ കുഞ്ഞിന് മടിയിൽ വെച്ചിട്ട് ഒരുപാട് സംസാരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് മുത്തശ്ശി പറയുന്നത്, പക്ഷെ കുഞ്ഞത് ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞ് അതിനനുസരിച്ച് കുഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞ് തിരിച്ച് റിപ്ലൈ തരും അല്ലെ, തിരിച്ച് സൗണ്ടിലൂടെ. പിന്നെ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അങ്ങനെ മുത്തശ്ശി പറയുന്ന കാര്യങ്ങൾ, മുത്തശ്ശിയുടെ മൂവ്മെന്റ്സുകളൊക്കെ കുഞ്ഞ് ശ്രദ്ധിച്ച് പറഞ്ഞ് തിരിച്ച് മുത്തശ്ശി പറയുന്ന അനുസരിച്ച് കുഞ്ഞ് പിന്നെ പതിയെ ഗ്രാജുവലി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും അല്ലെ. വൊക്കാബുലറി അവനെ ഡെവലപ്പ് ചെയ്ത് വരാണ്. അതേപോലെ തന്നെ മുത്തശ്ശി വേണ്ട, അമ്മ നിങ്ങള് കുഞ്ഞിനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ള കുട്ടീനോട് നിങ്ങൾ സംസാരിച്ചിട്ടാണ് കുട്ടി റിട്ടേൺ നമ്മളോട് പറയാൻ തുടങ്ങിയത്. ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവരും. 51 ആണോ? യെസ് മാം, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എൻകറേജ് ചെയ്യുന്ന സമയത്ത് മാത്രം അവർക്ക് എന്താണ് സംസാരിക്കാനൊരു കോൺഫിഡൻസ് വരുള്ളൂ, കുഞ്ഞുങ്ങളെ സംസാരിച്ച് തുടങ്ങുള്ളൂ അല്ലെ. യെസ്, ടോക്കിംഗ് them to them and encouraging them to talk on stage is very important for their language development. അപ്പൊ കുട്ടികളോട് നമ്മൾ ഈ സംസാരിക്കാൻ പറയുന്നത് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് നമ്മുടെ ശബ്ദമൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ മൂവ്മെന്റ്സ് ഒക്കെ കുഞ്ഞ് ശ്രദ്ധിക്കും. ഓപ്പൺ ചെയ്യുന്ന മൂവ്മെന്റ്സ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇതിനനുസരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ പറയില്ലേ, അപ്പൊ മുത്തശ്ശൻ പറയുന്ന പോലെയാണ് പറയുന്നത് എന്നൊക്കെ പറയാറില്ലേ നമ്മള്. എന്തുകൊണ്ടാണ്? അത് നേരത്തെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ പറയാനും മുത്തശ്ശി കാണിക്കുന്നത് പോലെയൊക്കെ ആക്ട് ചെയ്യാനൊക്കെ കുഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ആരംഭിക്കുന്നതൊക്കെ എന്താണ്, ഇതേപോലെ ഒബ്സർവേഷൻസിലൂടെയാണ് നിങ്ങള് ലാംഗ്വേജ് ഡെവലപ്മെന്റ്സിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, early stimulation helps them to practice mastering the language. ഓക്കെ, ഇതിവിടെ പറയുന്നുണ്ട് എന്താണ് early stimulation. എന്താണ് early stimulation എന്ന് പറയുന്നത്? ആദ്യകാല ഉത്തേജനം. ആദ്യകാല ഉത്തേജനം എന്ന് പറഞ്ഞാൽ എന്താ? helps them to practice mastering the language. നമ്മൾ കുട്ടികളോട് എൻകറേജ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നു, ഓരോ തിങ്സ് കൊണ്ട് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് കൊണ്ട് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് കുഞ്ഞുങ്ങളത് എന്താണ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യകാലത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാമാണ് പിന്നീട് അങ്ങോട്ടുള്ള വളർച്ചയിലേക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. ഓക്കെ, പിന്നീട് അങ്ങോട്ട് എന്താണ്, കുഞ്ഞുങ്ങൾ ഓരോ ദിവസം ആദ്യം കുറച്ച് വാക്കുകളായിരിക്കും, പിന്നീട് അത് ഇപ്പൊ ഒരു 100 ആയി, 1000 ആയി, പിന്നെ എങ്ങനെയാണ് 10,000 ആയി, അങ്ങനെ വാക്കുകൾ ഇൻക്രീസ് ചെയ്ത് വരും. നിങ്ങൾ അടുത്തൊരു ചാപ്റ്ററിൽ അത് പഠിക്കും. ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഒരു കുട്ടിയിൽ എത്രത്തോളം വാക്കുകളാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അതിന്റെ നമ്പർ ഉണ്ട്, എത്രത്തോളം നമ്പർ എന്നുള്ളത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ഓക്കെ, യെസ്, early stimulation helps them to practice mastering the language. There are many children who do not get the right kind of environment during childhood days. ഇനി എല്ലാ കുട്ടികൾക്കും ഒരേപോലെ തന്നെ എല്ലാ അവസരങ്ങളും കിട്ടിയെന്ന് വരില്ല അല്ലെ. അവർക്ക് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം അവസരങ്ങളും കുഞ്ഞുങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അത് പാരന്റ്സ് കൊടുക്കാതെ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളും മൂലം കിട്ടാതെ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ, അതായത് റൈറ്റ് എൻവയോൺമെന്റ് കിട്ടാത്ത കുട്ടികളുണ്ട്. ഏത് സമയത്ത്? അവരുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ അല്ലെ, അവരുടെ കുട്ടിക്കാലത്ത് നല്ല രീതിയിൽ അവസരങ്ങൾ കിട്ടാതെ വളർന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. There is no one to boost them and any facility. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്താണ്, അവരെ ബൂസ്റ്റ് ചെയ്യാൻ ആരില്ല, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കാൻ ആരില്ല, അവസരങ്ങൾ ആരും കൊടുക്കുന്നില്ല. അത്രത്തോളം വരുന്ന കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? Even if they have all the potential, the environment condition prevailing at home ടെൻഡ് എന്നല്ല കേട്ടോ, ഹിൻഡർ എന്നാക്കണേ. ഹിൻഡർ HINDER എന്നാക്കണേ ഇവിടെ.
ഹോൺ കഴിഞ്ഞിട്ട് ഹിൻഡർ എന്നാക്കാം കേട്ടോ. HINDER, ഹിൻഡർ. ഹിൻഡർ മീൻസ് തടസ്സം കേട്ടോ. ഹിൻഡർ മീൻസ് തടസ്സം. ഹിൻഡർ ടു കാർട്ടൺ their growth and development. Hinder to curtail their growth and, sorry, mistake ഉണ്ട്. Tent means tent അങ്ങനെ തന്നെ. To hinder ഇവിടെയാണ് മാറ്റേണ്ടത് കേട്ടോ. കാർട്ടണിന് പകരം ഹിൻഡർ എന്നാക്കാം. കാർട്ടൺ വെട്ടിയിട്ട് ഹിൻഡർ എന്നാക്കാം കേട്ടോ. കാർട്ടൺ എന്ന് വെട്ടിയിട്ട് ഹിൻഡർ എന്നാക്കാം. ഹിൻഡർ മീൻസ് തടസ്സം, ബ്ലോക്ക്. ഹിൻഡർ their growth and development. നമ്മൾ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ കൊടുത്തില്ല എങ്കിൽ എന്താണ് അവർക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഡെവലപ്മെന്റ്സ് പോലെ വർക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല. ഓക്കെ, കുട്ടികളെ വളരെ ബൂസ്റ്റ് ചെയ്യാണ്ട് എന്താണ് താഴെത്തട്ടിലേക്ക് മാറുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, എല്ലാ പൊട്ടൻഷ്യൽസും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എൻവയോൺമെന്റൽ കണ്ടീഷൻസിൽ നിന്നാണ് കുട്ടികളെ എന്ത് പഠിക്കുന്നത്, അവർക്ക് അവസരങ്ങൾ ഉണ്ടാവുന്നത്, അവർക്ക് ബൂസ്റ്റിംഗ് കിട്ടുന്നത്. അല്ലെ, എന്ത് ചെയ്യാനായിട്ട് അവർക്കൊരു എന്താ പറയാ ക്യൂരിയോസിറ്റി കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന അവസരങ്ങൾ അനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ഹോം സിറ്റുവേഷനിൽ അത്തരത്തിലുള്ള അവസരം ഇല്ല എങ്കിൽ എന്താണ് കുട്ടികൾക്ക് അവരുടെ ആദ്യകാല വളർച്ച പോലും എന്താണ് നല്ല രീതിയിൽ നടക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ അവരുടെ എന്തിനാണത് തടസ്സം വരുന്നത്, നമ്മൾ അവസരങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവരുടെ വളർച്ചയെയും വികാസത്തിനെയുമാണ് അതവിടെ തടസ്സപ്പെടുത്തുന്നത്. ഓക്കെ, അവിടെ നല്ല കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തില്ല എങ്കിൽ കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് അത് എന്താണ് പൂർണ്ണമായിട്ട് നിലയ്ക്കുന്ന തരത്തിലായിരിക്കും അവരുടെ വളർച്ചയെ അത് ബാധിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങൾ കുട്ടിയുടെ വളർച്ചയെയും വികാസത്തെയും സ്വാധീനിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മൾ അവസരങ്ങൾ അവർക്ക് കൊടുത്തില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്, എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്, ഹിൻഡർ their growth and development. അവരുടെ വളർച്ചയെയും ഗ്രോത്തിനെയും അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഓക്കെ, നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, നല്ല രീതിയിൽ അവർക്ക് ഗ്രോത്തും ഉണ്ടാവില്ല. അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എന്താണ് അവർക്ക് നല്ല രീതിയിൽ എൻകറേജ് കിട്ടുന്നു, സപ്പോർട്ട് കിട്ടുന്ന തരത്തിലാണ് കോൺഫിഡൻസോടുകൂടി വളരുന്നു. അല്ലെ, അവരുടെ എല്ലാ ഡെവലപ്മെന്റ്സും വളരെ സുഗമമായിട്ട് നടക്കുന്നു. ഏതൊക്കെ പീരീഡ് ഏതൊക്കെ ചേഞ്ചസ് വരണം, അപ്പൊ അതിന് നമ്മളും കൂടി ഒരു സപ്പോർട്ടാണല്ലേ. എൻവയോൺമെന്റൽ കണ്ടീഷനും ഹോം ഒക്കെ അതിന്റെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ കുട്ടികളിൽ വളർച്ചയും വികാസവും ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് കിട്ടിയില്ലെങ്കിൽ എന്താണ് അവിടെ തടസ്സം സംഭവിക്കുന്നു. കുട്ടികളിലെ നോർമൽ രീതിയിലുള്ള വളർച്ചാ വികാസങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞത്, കുട്ടികളെന്നും സ്വതന്ത്രരാകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലെ, നാച്ചുറൽ ടെൻഡൻസി എവറി ചിൽഡ്രൻ ബിക്കം ഇൻഡിപെൻഡന്റ്. ഇനി ഈ ഒരു സമയത്താണ് കുട്ടികൾ എന്താ മൂവ്മെന്റ്സുകൾ ഗെയിൻ ചെയ്യുന്നത്, അതായത് മസിൽസുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്താണ്, മസിൽസ് മൂവ്മെന്റുകൾ കറക്റ്റ് ആവുന്ന സമയത്താണ് കുട്ടികളില് ബെറ്റർ കോർഡിനേഷൻസ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കുട്ടികളില് നല്ല രീതിയിലുള്ള മോട്ടോർ സ്കിൽസുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ കുട്ടികൾ ഒരു 6 മാസത്തിന്റെ ഒരു തുടക്ക സമയത്താണ് ചില വേർഡ്സുകൾ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. അറൌണ്ട് 6 മന്തിലാണ് കുട്ടികൾ ഇത് ഗ്രാജുവലി സ്പീക്ക് ചെയ്യുന്നത്. ഇനി കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ എൻകറേജ് ചെയ്താൽ മാത്രമേ തിരിച്ചു കുഞ്ഞുങ്ങൾ പിന്നീടും എന്താ സംസാരിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ആദ്യകാലത്ത് ഉത്തേജനം, ആദ്യകാലത്ത് സ്റ്റിമുലേഷൻ കുട്ടികളെ എന്താണ് അവരുടെ ലാംഗ്വേജ്, അവരുടെ ഭാഷാ വികസനത്തിന് ഒരുപാട് സഹായിക്കുന്നു. ഇനി മിക്ക കുട്ടികൾക്കും എന്താണ് ഇത്തരത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നത്. അത്തരം അവസരം കിട്ടാത്ത കുട്ടികളിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്, അവർക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കാൻ സാധ്യതയില്ല. അവരുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് കൂടി അല്ലെങ്കിൽ ഹോം കണ്ടീഷൻ ഓക്കെ അല്ലെങ്കിൽ എന്താണ് കുട്ടികളിലെ വികാസവും വളർച്ചയും അമുരടിപ്പിക്കുന്ന തരത്തിലായിട്ടുള്ള കുട്ടികളിൽ സംഭവിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടോ ആരെങ്കിലും? മനസ്സിലായോ? മനസ്സിലായോ? പറയൂ, മറുപടി പറയൂ. ഉണ്ടായിരിക്കുന്ന എന്താ? യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ആണ്. ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്, മാനസിക വികസനം നടക്കുന്ന പ്രധാനപ്പെട്ട ഏരിയാസുകൾ ഏതൊക്കെയാണ്? ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടന്റ് ഏരിയ ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്. കുട്ടികളിലെ മാനസിക വികസനം നടക്കുന്ന പ്രധാന ഏരിയാസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് കുട്ടികളുടെ കോൺസെപ്ഷൻ ഫോർമേഷൻ നടക്കുന്നു. കോൺസെപ്ഷൻ ഫോർമേഷൻ, development of problem solving skills, development of sensation and perception,
development of memory, development of thinking and reasoning, then development of imagination and language development. ഇത്തരം ഏരിയാസിലാണ് കുട്ടികളുടെ മാനസിക വികസനം നടക്കുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. കോൺസെപ്ഷൻ ഫോർമേഷൻ. കുട്ടികളിൽ എന്ത് നടക്കുന്നു? കോൺസെപ്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയങ്ങൾ അല്ലെ? ആശയ രൂപീകരണം, കോൺസെപ്റ്റുകൾ രൂപീകരിക്കാനായിട്ട് കുട്ടികളുടെ കഴിവുകൾ ഉണ്ടാകുന്നു. ഓക്കെ, യെസ്. കോൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോ ഒരു സ്റ്റോറി വരെ ക്രിയേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് അല്ലെ? സ്വന്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ പാട്ട്, പോയൊക്കെ സ്വന്തമായി കുറച്ച് സമയത്തിനുള്ള അവരങ്ങനെ അതെങ്ങനെ ഇല്ലാത്ത കഥകളാണ്, പക്ഷെ പറയും കുട്ടികൾ. അങ്ങനെയായിരുന്നു ഒരു സിനിമ ഉണ്ടായിരുന്നു, അമ്മ ആ സിനിമ അങ്ങോട്ട് വന്നപ്പോ അതിന്റെ അകത്തൊരു മാൻകുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയണം. എവിടെ നിന്നൊക്കെ കേട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങള് അവരെന്ത് ചെയ്യുന്നു? അവരവരുടേതായ രീതിയിൽ ആശയങ്ങളാക്കി രൂപീകരിക്കുക. അപ്പൊ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കുഞ്ഞുങ്ങൾ അങ്ങനെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ വെറുതെ പറയണേ, എന്താക്കി പറയണേ, പക്ഷെ അവർക്ക് എന്താണ് പറയാനുള്ള ഒരു കപ്പാസിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? വെറുതെ ഒരു കഥ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇല്ലാത്തൊരു സംഭവത്തെ ഉണ്ടെന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങളൊക്കെ പറയും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? കുട്ടികൾ ഇങ്ങനെ നമുക്ക് കഥ തരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് മാം. എന്റെ മോള് പാട്ട് പാടിക്കൊണ്ട് നടക്കും തനിയെ. തനിയെ പറയല്ലേ, സ്വയം ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും ഉണ്ടാവില്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മള് കേട്ടു കൊടുക്കണം. നമ്മൾ ഒരിക്കലും അവര് പറയുമ്പോ എന്ന് പോയെന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നിലച്ചു, അത് പിന്നെ അത് വളരില്ല. നമ്മളത് കേൾക്കാൻ തയ്യാറാണ് അല്ലെ? പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് കേൾക്കണം. നമ്മൾ അവരെ ലിസൺ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവണം. ഓക്കെ, എന്നിട്ട് കുറെ ചിലപ്പോ കഥയുടെ അവസാനം ഒന്നും ഉണ്ടാവില്ല, വെറുതെ ആയിരിക്കും പറയുന്നത്, പക്ഷെ അവർക്ക് അങ്ങനെ കോൺസെപ്റ്റുകൾ രൂപീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താണ്, അങ്ങനെയൊക്കെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കുറെ പേര് സാഹിത്യന്മാരും കലാകാരന്മാരൊക്കെ ആയിട്ട് മാറി. കുറെ അമ്മമാരുടെ സപ്പോർട്ട് മൂലമാണെന്ന് നമുക്ക് ശരിക്കും പറയാം അല്ലെ? അങ്ങനെ സപ്പോർട്ട് ചെയ്തവരാണ് കുറെ നമ്മളുടെ നല്ല കഥാകൃത്തുക്കളും നല്ല സംഗീത സംവിധായകന്മാരൊക്കെ ആയിരുന്നത്. ഓക്കെ, അത് മുളയിലെ നുള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അപ്പൊ കുട്ടികൾ എന്ത് പറയുമ്പോൾ നമ്മളത് കേൾക്കാനായിട്ട് തയ്യാറാവുക. എന്തിനു വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്? ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, കുഴപ്പമില്ല, നമ്മുടെ കുട്ടികളല്ലേ പറയുന്നത് കേൾക്കാം. ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങളിൽ അത്തരത്തിലുള്ള കപ്പാസിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നില്ല, കോൺസെപ്റ്റുകൾ രൂപീകരിക്കാൻ. അത് നമ്മളോട് പറയാനും കുഞ്ഞുങ്ങള് തുടങ്ങും. ചിലവരെ പറയില്ല, ചുരുക്കി പറഞ്ഞു കഴിയും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടമ്മ എന്നൊക്കെ പറഞ്ഞ് മാത്രമേ ഉള്ളൂ. പക്ഷെ ചെറിയ കുട്ടികള് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടത് പറയും. ആ പറയുന്ന അതിലുള്ള കഥാപാത്രങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്ന് വരെയൊക്കെ കുഞ്ഞുങ്ങൾ പറയും. ഓക്കെ, നമ്മൾ ഈ ഡോറയുടെ പ്രയാണം കാണുന്ന സമയത്ത് നിങ്ങൾ കുറെ പേര് വിലക്കുന്നുണ്ടാവും, കുറെ പേര് ചിലപ്പോൾ കാണണ്ടാന്ന് പറയുന്നുണ്ടാവും. പക്ഷെ അത് നല്ലൊരു കാർട്ടൂൺ ആണെന്ന് ഞാൻ പറയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതിൽ നിന്ന് കുട്ടികൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ അത് തിങ്ക് ചെയ്യുന്നുണ്ട്. ഡോറയുടെ പ്രയാണം, ഡോറ ദി എക്സ്പ്ലോറർ അല്ലെ? ഡോറയുടെ പ്രയാണം ഇങ്ങനെ കാണിച്ചു തരിക, അത് കുട്ടി പോകുന്ന വഴി കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടാണ് ആ കഥ പോകുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും ഡോറയുടെ പ്രയാണം? ഒരിക്കലും അവരത് കാണുമ്പോ അതിന് വിലക്കണ്ട കേട്ടോ. അത് കോൺസെപ്റ്റ് ഒക്കെ ഫോർമേഷൻ ചെയ്യാനായിട്ട് കിട്ടില്ല. ഇതിപ്പോ ഏത് കാർട്ടൂൺ ആണെങ്കിലും ആയിക്കോട്ടെ, ഓക്കെ സമ്മതിക്കും. പക്ഷെ ഇതിന് കുറച്ചുകൂടി നല്ലൊരു രസമുണ്ട്, നല്ല കഥകളാണ് അതിൽ വരുന്നത്. കുറച്ച് സമയം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ചില കാർട്ടൂൺസ് കാണുന്നതിന് ഒരു പ്രശ്നമില്ല. കുട്ടികൾ കുറെ കോൺസെപ്റ്റുകൾ രൂപീകരിക്കാനായിട്ട് അത് സഹായിക്കും. പക്ഷെ നമ്മളൊരു പരിധി വരെ അത് കൺട്രോൾ ചെയ്ത് മാത്രം കാണിപ്പിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ സ്ഫുടതയുണ്ടല്ലേ പിള്ളേര്? എന്താണ് ഷാ? ചില വാക്കുകൾ പറയുമ്പോഴേ പിള്ളേർക്ക് നല്ല സ്ഫുടതയിലാ പറയുന്നത്. ഉണ്ട് അതിലെ കാർട്ടൂണില് അതോടെ പറയുന്നത് നല്ല രീതിയിലാണ് അല്ലെ? കുട്ടികൾ അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അതേപോലെ തന്നെ പഴയ കാർട്ടൂൺസുകളൊക്കെ മാക്സിമം കുട്ടികളെ കാണിക്കാൻ നോക്കുക. ഇനി അതൊന്നും കുഞ്ഞുങ്ങൾക്ക് ഇനി മറ്റാരും കാണിച്ചു കൊടുക്കില്ല. ഇപ്പൊ കാട്ടിലെ കണ്ണൽ നമ്മൾ കാർട്ടൂൺ ഉണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങളെ? കാട്ടിലെ കണ്ണൻ നല്ലൊരു കാർട്ടൂൺ അല്ലെ? നല്ല കാർട്ടൂണാണ്, നല്ല പാട്ടുകളുണ്ട്. അവരൊക്കെ അത് കേൾക്കട്ടെ. അവർക്ക് ഇനി അവസരങ്ങളില്ല, അവരിനി വേറൊരു ലോകത്തിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് വേറെ തരത്തിലുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉള്ള കാർട്ടൂൺസിലേക്കാണ്. അതിലൊന്നുമില്ല കഥ, അത് വെറുതെ കഥകളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പഴയ കാലത്തെ കാര്യങ്ങള് അവരെ കേൾപ്പിക്കുക. കാട്ടിലേക്കാണ്, അതുപോലെ ഡോറ, പിന്നെ നല്ല നല്ല കഥകളുള്ള പഴയ കാർട്ടൂൺസുകളുണ്ട്. അത് മാക്സിമം നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് കൂടെ ഇരുന്ന് കണ്ട് പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ അവരുടെ റിയാക്ഷൻ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളൊരു ടീച്ചർ എന്ന നിലയിൽ അറിയണം, അമ്മയായിട്ട് ഇരിക്കണ്ടാവുക. ടീച്ചർ എന്ന നിലയിൽ നിങ്ങളൊന്ന് പിള്ളേർ ഒന്ന് വാച്ച് ചെയ്ത് നോക്കി അവരെങ്ങനെയാണ് തിരിച്ച് റെസ്പോണ്ട് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കുറച്ചൊരു അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കും. ഒരുപാട് വ്യത്യാസങ്ങൾ വരും.
ചിലപ്പോൾ സംസാരിക്കാതിരുന്ന കുഞ്ഞുങ്ങള് ഇതൊക്കെ കേട്ട് പറഞ്ഞും കണ്ടും എന്താണ് സംസാരിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. അപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. യെസ് യെസ്. ഇപ്പൊ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് കോൺസെപ്ഷൻ ഫോർമേഷൻ ആണ്, ആശയരൂപീകരണം. സെക്കൻഡ് വൺ എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്താണ്? പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു കഴിവ് രൂപപ്പെടുന്നു. പ്രോബ്ലംസ് ഉണ്ടായാലും അത് ഉടനടി സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റീസ് കുട്ടികളിൽ രൂപപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ആ ഒരു സ്റ്റേജിലാണ് കുട്ടികൾ എന്ത് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഉണ്ടാവുന്നത്. അത് ഏത് നമ്മൾ പഠിച്ച തിയറിയിലെ ഏത് സെക്ഷനിലാണ് പ്രോബ്ലം സോൾവിംഗ് നമ്മൾ പഠിച്ചത്? ഏത് സ്റ്റേജിലാണ്? ഒക്കെ ഉണ്ടോ? പിയാഷയുടെ ഏത് സ്റ്റേജിലാണ് നമ്മൾ പഠിച്ചത്? പ്രോബ്ലം സോൾവിംഗ് സ്കിൽ വരുന്നത് ഏത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണോ? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണോ? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണോ? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെ? ഓക്കെ. അപ്പൊ അത് മറന്നു പോയത് തിയറി. തിയറി ഇങ്ങനെയൊക്കെ എനിക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏതൊക്കെ സ്കിൽ ഏതൊക്കെ സ്ഥലത്ത് നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ. യെസ്. അപ്പൊ കുട്ടികളെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. വാട്ട് ഈസ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താ? അവരെ സെൻസേഷൻ സെൻസറി സ്കിൽസ് ലൈക്ക് സൗണ്ട് നമ്മള് സെൻസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യം കുട്ടി മനസ്സിലാക്കിയാണ്. അപ്പൊ എങ്ങനെയാണ്? കുട്ടിയുടെ ടച്ച്, സൗണ്ട്, ടച്ച് ആൻഡ് സ്മെൽ. യെസ്, വെരി ഗുഡ്. യെസ്, ടീച്ചർ പറഞ്ഞു കൊടുക്കട്ടെ, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഒരു കുട്ടി ഒരു റോസാപ്പൂ കണ്ടു. റോസാപ്പൂ ഉണ്ട്, മുല്ലപ്പൂ ഉണ്ട്. റോസ ഉണ്ട്, മുല്ല ഉണ്ട്. രണ്ടിനും രണ്ട് സ്മെല്ലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഓക്കെ. യെസ്. റോസാപ്പൂ മണക്കുന്ന സമയത്ത് കുട്ടിക്ക് അറിയാം അതെന്താണെന്ന്. അത് റോസ് ആണെന്ന്. റോസ് ആണെന്ന് അറിയാം അല്ലെ? സ്മെല്ല് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ടച്ച് ചെയ്യുമ്പോൾ എന്ത് ഫ്ലവർ ആണ്, എന്താണ് അതിന്റെ സ്മെല്ല് എന്ന് അറിയാം. ഇവൻ അതേസമയം മുല്ലപ്പൂ കൊടുക്കുമ്പോൾ എന്താണ് അത് ജാസ്മിൻ ഫ്ലവർ ആണെന്ന് കുഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം സെൻസ് ചെയ്ത് കുഞ്ഞ് മനസ്സിലാക്കുന്നു. ടച്ച് ചെയ്തു അത് കണ്ടറിഞ്ഞ് സ്മെല്ല് ഏതൊക്കെയാണ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഒരു സ്റ്റേജസിലാണ്. ഓക്കെ. ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലായോ? യെസ് മാം. യെസ്. ഇത് മണത്ത് നോക്കിയിട്ട് സ്മെല്ല് ചെയ്യാനായിട്ട് കുഞ്ഞിനെ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ. അതുപോലെ പല എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്വയം നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കുക. എങ്ങനെ ഈ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എക്സാമ്പിൾ മറ്റൊന്ന് പറയാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാൻ കേട്ടോ. ടീച്ചർ പറഞ്ഞത് പൂവിനെ കുറിച്ചിട്ടാണ്. അതേപോലെ കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിരിച്ചറിയാൻ പറ്റില്ല. എന്താണ്? ചൂടും തണുപ്പും അങ്ങനെ. ചൂടും തണുപ്പും ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഇപ്പൊ പൈനാപ്പിൾ കൊടുത്തു, മാംഗോ കൊടുത്തു, രണ്ടിന്റെ ടേസ്റ്റ് അവർക്ക് അറിയാൻ പറ്റില്ലേ? പൈനാപ്പിൾ മാങ്ങ ഏതാണെന്ന് ടേസ്റ്റ് അറിയാൻ പറ്റില്ലേ? തിരിച്ചറിയാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിൽ നിങ്ങളത് അറിയാൻ പറ്റും. അത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഒരു കൊതി വന്നു പൈനാപ്പിൾ മാങ്ങ കേട്ടപ്പോ. പൈനാപ്പിളോടില്ല, മാങ്ങ പറഞ്ഞപ്പോ വായിന്ന് വെള്ളം വരും. പക്ഷെ ഒന്ന് ആലോചിക്ക്, നല്ല തുടുത്ത പൈനാപ്പിൾ, നല്ല മഞ്ഞ കളറിൽ നല്ല കഴമ്പുള്ള, അതിങ്ങനെ കട്ട് ചെയ്ത് പൊടിച്ച് ഒരു പ്ലേറ്റിൽ വെച്ചാ മേഘന കഴിക്കില്ലേ? അതിനേക്കാൾ ഇതാ മാം ഈ ഉപ്പിലിട്ട് വെക്കൂലേ, നല്ല പഴുത്ത മാങ്ങ, നല്ല പഴുത്ത മഞ്ഞ കളറിലെ എന്താ പറയാ മാമ്പഴ മഞ്ഞ എന്നല്ലേ പറയുന്നത് നമ്മള്. അതിങ്ങനെ ചപ്പിക്കുടിയും മാങ്ങ ഇങ്ങനെ ചപ്പി കുടിക്കാൻ പറ്റുന്നത് നമ്മള്. അങ്ങനത്തെ മാങ്ങ കഴിച്ചിട്ടുണ്ടോ നിങ്ങള്? നല്ല രസമാണ്. ഇങ്ങോട്ട് വന്നാ മതി, ഇവിടെ ഒരുപാട് മാങ്ങ പഴുത്തിരിപ്പുണ്ട്, ചെറിയ കിളിച്ചുണ്ടൻ. എനിക്കതെല്ലാം കൂടെ തിന്നാൻ മെനഞ്ഞാന്ന് ഛർദിലായിരുന്നു പാതിരാത്രി. സീസൺ അല്ലേ മാങ്ങ? എല്ലാ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ഒരു സീസൺ ആണ്. ഏറ്റവും കൂടുതൽ മാങ്ങയാണ് കാണുന്നല്ലേ? ഇത് കണ്ടോ, നമ്മളിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ വേറെ റൂട്ടിലേക്ക് പോണത്, അത് ഒരു സബ്ജക്റ്റിന് അടി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഒരിക്കലും അതൊരു ബോറായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത്. അങ്ങനെയാണ് ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ സംസാരിച്ചതാണ് അതൊക്കെ. അപ്പൊ എല്ലാവരും ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ നമ്മളൊരു പോയിന്റ് പറഞ്ഞപ്പോ അതിലേക്ക് മാറിപ്പോയതാണ്. ഓക്കെ. ടീച്ചർ പറഞ്ഞത് വേറൊന്നുമല്ല കേട്ടോ. ചില ക്ലാസ്സിലെ ചിലവർക്ക് ഇങ്ങനെ എക്സാമ്പിൾ ഒന്നും പറയാൻ ഇഷ്ടമല്ല.
നമ്മൾ അവർക്ക് ആ ടോപ്പിക് പറഞ്ഞ് ക്ലാസ് ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുമുള്ള മൈൻഡിൽ ഇരിക്കുന്ന കുറെ പേരുണ്ട്. നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞത്. അപ്പൊ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ടീച്ചറെ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇങ്ങനെ വരും. പ്ലീസ് കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വരും. അപ്പൊ അവർക്കത് കേൾക്കാൻ ഇഷ്ടമില്ല. നമ്മള് പഠിപ്പിക്കുന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന വളരെ ബോറായിരിക്കും ഒരു ക്ലാസ് അല്ലെ. നമ്മള് ക്ലാസ് അങ്ങനെ പഠിക്കാനുള്ളതല്ല. നമുക്ക് ഫീൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റണം അല്ലെ. എന്ത് കണ്ടന്റ് ആണെങ്കിലും നമുക്ക് ഫീൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റണം. അതിനിടക്കൊന്ന് സംസാരിച്ചു നോക്കി ഒരു കുഴപ്പമില്ല. പക്ഷെ ചിലവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ ബുദ്ധിജീവികളായിരിക്കാട്ടോ. ബുദ്ധിജീവികൾ ചിലപ്പോ അങ്ങനെയായിരിക്കും, സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. യെസ്, ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി നെക്സ്റ്റ് സ്റ്റേജ് ആണ്. എന്താ? അടുത്ത മെന്റൽ വികസനം നടക്കുന്ന അല്ലെങ്കിൽ മാനസിക വികസനം നടക്കുന്ന അടുത്ത ഏരിയ ആണ് ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി. കാരണം ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ സ്റ്റോർ ചെയ്യാനൊക്കെ. യെസ്, ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലെ. ഓർമ്മശക്തി ഉണ്ടാകുന്ന മെമ്മറി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ് കുട്ടികളുടേത്. യെസ്, ഇത് പറഞ്ഞാൽ അത് ഓർത്ത് വെക്കും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. പക്ഷെ കുട്ടി മറന്നിട്ടുണ്ടാവോ? അവര് ഓർത്തിരിക്കും എപ്പോഴായാലും. കറക്റ്റ് ആയിട്ട് ചോദിക്കും അല്ലെ. ഇതാണ് ഭയങ്കര ഓർമ്മശക്തിയാണ് അവർക്ക്. യെസ്, അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി. ദെൻ അടുത്ത ഡെവലപ്മെന്റ് എവിടെയാണ്? എക്സ്പ്ലനേഷൻ തരുന്നതിന് മാത്രമേ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് പോകണമല്ലോ. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് പറയാതെ പോകുന്നത്. ഓക്കെ. യെസ്, ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ്. അടുത്തത് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ്. ചിന്തിച്ചു തുടങ്ങുന്നു ഓരോരോ കാരണങ്ങളൊക്കെ. ചിന്തയുടെയും യുക്തിയുടെയും ഒക്കെ വികസനം, കൃത്യമായിട്ടൊക്കെ ചിന്തിക്കാനായിട്ട്. അതായത് നോർമലി ചിന്തിച്ചിരുന്നത് പോലെയല്ല, അവരുടെ ചിന്താശക്തിയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു അല്ലെ. അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനെ ഒരു എന്താണെന്ന് തിരിച്ചറിയാനുള്ള പോയിന്റിലേക്കൊക്കെ കുഞ്ഞുങ്ങൾ പോകുന്ന ഒരു സമയമാണ് അല്ലെ. ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത്. കറക്റ്റ് ഡിസിഷൻ എടുക്കാനും പിന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. പ്രോബ്ലം സോൾവിങ് സ്കിൽ ഇതൊക്കെ ഡിപ്പെൻഡഡ് ആണ് അല്ലെ. തിങ്കിങ് ആയിട്ട് ഡിപ്പെൻഡഡ് ആണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ ചിന്തിച്ചിട്ടാണ് ഒരു പ്രശ്നം പരിഹരിക്കുന്നത് അല്ലെ. യെസ്, അടുത്തത് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, ഭാവനയുടെ വികസനം. നമ്മള് കോൺസെപ്റ്റ് ഫോർമേഷൻ പറഞ്ഞ പോലെ തന്നെ അത് കണക്ട് ചെയ്ത് നമുക്ക് പറയാം അല്ലെ. ഇമാജിനേഷൻസ്. അപ്പൊ നമ്മളുടെ മുമ്പിൽ വന്നത് ഒരു നടക്കാത്ത കാര്യങ്ങളും വളരെ സുഗമമായിട്ട് ഇങ്ങനെ പറയും. അങ്ങനെയായിരുന്നമ്മേ, ഇങ്ങനെയായിരുന്നമ്മേ, ഞാൻ അതിനെ കണ്ടമ്മ, അതിന് ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു അല്ലെ. നമ്മളോട് ഇത്ര ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല ഇപ്പോ കളപ്പിലൊരു കംപ്ലീറ്റ്. പക്ഷെ വന്ന് ഇമാജിനേഷനിലൂടെ നിങ്ങൾ സാങ്കല്പികമായിട്ട് പറഞ്ഞു കളയും അല്ലെ. നമ്മളങ്ങോട് കണ്ണ് തള്ളിപ്പോകും ചില സമയത്ത്. ചില കുഞ്ഞുങ്ങൾ പറയുന്ന കേട്ടാ. നമ്മളിപ്പോ ഇൻസ്റ്റയില് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾ എന്ത് രസമായിട്ട് സംസാരിക്കുന്നതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികള് നല്ല രസമാണ് കേട്ടോ കേൾക്കാനായിട്ട്. പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞേ. ഇപ്പൊ ഒരു പറയുമ്പോ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കും, അല്ലാതെ ഇത് ഇങ്ങനെ പറയുന്നു. ഇപ്പൊ എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടായിരിക്കും പറയുന്നത്. ഒബ്സർവേഷൻ ആണ് കംപ്ലീറ്റ്. വീട്ടിൽ മൊത്തം നമ്മളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത് നമ്മളോ അച്ഛനോ അമ്മയോ ആരല്ല, കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ കണ്ടിട്ടുള്ള കപ്പാസിറ്റി ഉള്ളവര്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളോട് ഇങ്ങനെ ഒന്ന് പറയും. ചില കുട്ടികള് അവര് ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കും. ചില അങ്ങനെ ഇപ്പൊ ഡ്രോയിങ് ഇന്റലിജൻസ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ പലതും പല രീതിയിലായിരിക്കും. ചിലർ കഥയായിരിക്കും പറഞ്ഞ, ചിലപ്പോൾ നിങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കും അല്ലെ. വെറുതെ ട്യൂണൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവര് ഇമാജിനേഷൻ ചെയ്യാണ്. ഓക്കെ, പെട്ടെന്ന് ഇപ്പോ ഇല്ലാത്തൊരു കാര്യത്തെ ഒന്നും നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ അവൻ കണ്ട കാര്യത്തിന് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഇവിടെ പറയാൻ ശ്രമിക്കും. അതൊക്കെ കുട്ടികളുടെ കപ്പാസിറ്റിയാണ്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ കാര്യങ്ങൾ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും കണ്ടെന്ന് വിചാരിക്കും. നമ്മളുടെ വന്ന് പറയുമ്പോൾ നമ്മളിൽ കണ്ടിട്ടുണ്ടാവും സാധനം, പക്ഷെ അവൻ കാണുന്ന സമയത്ത് ചിലപ്പോ അതിന് 5-6 കൈ ഉണ്ടാവും, 5-6 കാലുണ്ടാവും, 3-4 കണ്ണുണ്ടാവും, വേറെ ഷേപ്പായിരിക്കും. ഇതൊക്കെ ആയിരിക്കും കുഞ്ഞു പറയുന്നത്. അവരുടെ ഭാവനയുടെ ഒരു വികസനത്തിന്റെ ഫലമാണ്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ അങ്ങനെ നമ്മളോട് പറയുന്നത് കേട്ടോ. ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളിപ്പോ ഓൾറെഡി സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അങ്ങനെ പറയുമ്പോൾ ഒന്ന് പോടാന്ന് പറഞ്ഞ ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത്. അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ കുട്ടികൾ ഇപ്പൊ നടക്കുന്ന സ്റ്റേജ് അതാണ് അവരുടെ. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ പറയാന്ന് നിങ്ങൾ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ പെരുമാറാനായിട്ട്, ഈവൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ. യെസ്. ലാസ്റ്റ് എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ദാറ്റ് ഈസ് ഭാഷാ വികസനം. ഓക്കെ, അതായത് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്ത് എന്താണ് കുട്ടികളിലെ ആ ഭാഷാ വികസനം പൂർണ്ണമായിട്ട് സംഭവിച്ചു വരുന്നത് അല്ലെ. ഗ്രാജുവലി ആണ് അത് സംഭവിക്കുന്നത്. ഓരോ ഘട്ടം തോറും ആണ് കുട്ടികൾ നമ്മളിപ്പോ പറഞ്ഞു 6 monthsലാണ് കുട്ടികളെ
പ പ മാ തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് എന്താണ്, പിന്നീട് ഒരു 6 months കഴിയുമ്പോൾ പിന്നീട് ഡെവലപ്മെന്റ് സംഭവിക്കുന്നു കുട്ടികൾ അല്ലെ. മെന്റലി ഫിസിക്കലേക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. പിന്നീട് വേർഡ്സുകൾ ഡെവലപ്പ് ചെയ്ത് എന്താണ് കുട്ടികൾ പൂർണ്ണമായിട്ടൊരു ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ മോസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെ, യെസ്. ഓക്കെ, ദീസ് ആർ ദ ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്. നിങ്ങളിത് പഠിച്ചു നോക്കണം, പേര് ഓർത്ത് വെക്കുക കേട്ടോ. ഏതൊക്കെയായിരുന്നു? കോൺസെപ്ഷൻ ഫോർമേഷൻ, development of problem solving skills, development of sensation and perception, memory, thinking and reasoning, imagination and language development. Okay. എന്തെങ്കിലും സംശയം ഉണ്ടോ? മനസ്സിലായോ? ഇനി എടുത്തു പോവേണ്ട ടീച്ചർ, അല്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് തീരില്ല. Providing a nurturing and stimulating environment at home. Providing a nurturing and stimulating environment at home. ഇനി കുട്ടികൾക്ക് നമുക്ക് നമ്മുടെ ഹോമിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയിൽ നമ്മൾക്ക് ചുറ്റി കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അവരുടെ നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ പരിപോഷിപ്പിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടി നമ്മുടെ ഹോം സിറ്റുവേഷൻസിൽ കുറെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെ. അവരൊന്ന് നർച്ചറിങ് ചെയ്യാനായിട്ട്, അവർക്ക് എന്തെങ്കിലും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളൊക്കെ എന്തെങ്കിലും നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കണം നമ്മൾ ചെയ്യുന്നത്? ഹോം സിറ്റുവേഷൻസിൽ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? By giving them opportunity to explore and experiment, by talking to them and boost them to talk, by allowing them to ask questions and arousing their curiosity, and by indulging in dialogues and communicate with them. Okay, first one എന്താ പറയുന്നത്? By giving them to opportunity to explore and experiment. എന്താ പറയുന്നത് അവിടെ? അവരുടെ കഴിവുകൾ പരീക്ഷിക്കാനും പര്യവേഷണം ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. എക്സ്പെരിമെന്റ് ചെയ്യാനെങ്കിലും കുട്ടികൾ ഇപ്പൊ ബക്കറ്റിൽ ഇപ്പൊ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കളിക്കുകയാണെങ്കിൽ അതോടെ കളിച്ചോട്ടെ, നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ മതി. അപ്പൊ അവരത് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്. കുട്ടികൾ അത് കോർഡിനേഷൻ, അവരുടെ ബെറ്റർ കോർഡിനേഷൻസ് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്തോട്ടെ, ഒരിക്കലും പോലും തടയണ്ട. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പൊ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കുക, ഒരു പേടി ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക്. അല്ലാത്ത കാര്യങ്ങൾ അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ചെയ്താൽ മാത്രമേ അവർ പഠിക്കുകയുള്ളൂ. ഓക്കെ, നമ്മൾ ഒരിക്കലും സിറ്റുവേഷൻസ് കുഞ്ഞുങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു തടയാൻ നിൽക്കണ്ട. അപകടകരമായ സിറ്റുവേഷൻസ് ആണ് ഇതിന് മാറ്റാം. അല്ലാത്ത പക്ഷം വെള്ളത്തിലിട്ട് കുറച്ചു നേരം കളിഞ്ഞോട്ടെ, നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ എന്ന് പറഞ്ഞ് ഇന്നിപ്പോ ഒരു 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിൽ കൊണ്ട് നിർത്തരുത് ദൈവത്തെ ഓർത്ത് കേട്ടാ. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കളിപ്പിച്ചാൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്താക്കിയതല്ല. അങ്ങനെ ചെയ്യില്ലെന്ന് അറിയാം. നിങ്ങൾ നല്ല അമ്മമാരാണ് അല്ലെ കുറെ പേര്. ഓക്കെ, യെസ്. അപ്പൊ അവർക്കുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് പരീക്ഷിക്കാനും പര്യവേഷണം ചെയ്യാനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ച് നമ്മൾ മാച്ച് ബോക്സ് ഒക്കെ ഒരിക്കലും എടുത്ത് കുട്ടികൾക്ക് കളിക്കാനൊന്നും കൊടുക്കരുത്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റും. നിങ്ങൾ മറ്റേ പാർട്ട് 1 അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. പാർട്ട് 1 എന്ന ചാപ്റ്ററില് പഠിച്ചിട്ടുണ്ടാവും അത്തരത്തിലുള്ള കാര്യങ്ങൾ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കുട്ടികളുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടില്ലേ? യെസ്, ഓക്കെ. ഇനി പിന്നെന്താണ് നെക്സ്റ്റ് വൺ എന്താണ്? ബൈ ടോക്കിംഗ് ടു ദം ആൻഡ് ബൂസ്റ്റ് ദം ടു ടോക്ക്. ബൈ ടോക്കിംഗ് ടു ദം ആൻഡ് ബൂസ്റ്റ് ദം ടു ടോക്ക് പറഞ്ഞെന്താ? അവരോട് സംസാരിക്കാനും പ്രേരിപ്പിക്കും ചെയ്യാം. ബൂസ്റ്റ് ചെയ്യണം അല്ലെ, അവരോട് സംസാരിക്കണം നമ്മൾ മാക്സിമം. എങ്കിൽ മാത്രമേ കുട്ടികളെ തിരിച്ചു സംസാരിക്കുള്ളൂ അല്ലെ. അപ്പൊ അതിനുള്ള അവസരം ഒരിക്കലും പാരന്റ്സിന് ഉണ്ടാതിരിക്കുക. 5 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 5 ഫാമിലി മെമ്പേഴ്സ് കുട്ടിയോട് സംസാരിക്കണം. ഈവൻ ആരും സംസാരിച്ചാൽ അമ്മ തന്നെ കുട്ടിയോട് നന്നായിട്ട് സംസാരിക്കണം. എങ്കിൽ മാത്രമേ പിന്നെ ആ ഒരു ബൂസ്റ്റപ്പ് കൊടുക്കുമ്പോൾ മാത്രമേ കുട്ടിക്ക് തിരിച്ചു പറയാനുള്ള ഒരു ടെൻഡൻസി രൂപപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതിനുള്ള അവസരം കൊടുക്കേണ്ടത് ഏത് സിറ്റുവേഷൻസ് ആണ്? ഹോം സിറ്റുവേഷൻസിൽ നിന്നാണ് അത്തരത്തില് കുട്ടികളെ സംസാരിക്കാനായിട്ട് നമുക്ക് പ്രേരണ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള അവസരങ്ങൾ, സംസാരിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ് മൂന്നാമത്തത്? എന്താ? By allowing them to ask questions and arousing their curiosity. By allowing them to ask questions and arousing their curiosity. എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കാൻ അനുവദിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് നിങ്ങളുടെ കുട്ടികള് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ? ഏറ്റവും കൂടുതൽ സംശയങ്ങളുള്ള ആൾക്കാർ അവരാണ് അല്ലെ. അമ്മ എന്താണമ്മ അതങ്ങനെ, അമ്മ എന്താണമ്മ ഇങ്ങനെ അല്ലെ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കണ്ടിന്യൂസ്. എന്ത് കാര്യം കണ്ടാലും അവർക്ക് സംശയമാണ്.
അത് അവരുടെ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടാണ്. കുഞ്ഞുങ്ങളത് ചോദിക്കട്ടെ, നിങ്ങളത് പറയണം. ഇപ്പൊ അറിയില്ലെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അല്ലെ? അമ്മ എന്തായാലും ഉണ്ടാവും അത്. ഓക്കെ, അപ്പൊ അവർ ചോദിക്കുമ്പോ അവര് ഒരിക്കലും അതിൽ നിന്ന് നമ്മള് ആ ക്യൂരിയോസിറ്റി അത് കളയരുത്. ഒരിക്കലും അവർ ചോദിക്കുമ്പോൾ മാക്സിമം ആൻസർ പറയാനായിട്ട് നോക്കുക. അവർക്ക് എപ്പോഴും സംശയങ്ങളായിരിക്കുള്ളൂ. അവർ കുഞ്ഞുങ്ങൾ ഓരോന്ന് അറിഞ്ഞ് പഠിച്ചു വരുന്ന ഒരു കാലമാണ്. അപ്പൊ നമ്മളോടെ അവർ ചോദിക്കുള്ളൂ അല്ലെ? ഇൻ കേസ് നിങ്ങൾ സ്കൂളിൽ പോയാലും കുഞ്ഞുങ്ങൾ വന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. ടീച്ചറെ അതെന്താണ് ടീച്ചറെ, ടീച്ചർ ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കും. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വരും കേട്ടോ. സ്കൂളിൽ പോയവർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവരോട് പറയാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യത്തിനുള്ള ഉത്തരങ്ങളുടെ മറുപടി എന്ന് പറയുന്നത് നമ്മളാണ്. ചിലപ്പോ ഉത്തരങ്ങളൊന്നും പറയാനില്ലെങ്കിൽ പോലും ഒരു ചിരിച്ച ഒരു തലോടലോട് കൊണ്ടുപോയി നമുക്ക് വേണമെങ്കിൽ ക്ലാസ് സിറ്റി കൊണ്ടുപോയി ഇരുത്താനൊക്കെ പറ്റും. അറിയാൻ പറ്റാത്ത ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഒന്ന് പെട്ടുപോകുന്നിരിക്കും കേട്ടോ. ചില ചോദ്യങ്ങളിലൊക്കെ മുന്നില് പിടിച്ചിരിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളിൽ ഉണ്ടാവണം. ഓക്കെ, അതിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മാക്സിമം സംസാരിക്കണം എന്ന് പറയുന്നത് അതിനാണ് കേട്ടോ. ഓക്കെ, യെസ്. എന്താണ് അവരെ ജിജ്ഞാസ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലായിരിക്കുള്ളൂ. അപ്പൊ അവർ ചോദിച്ചോട്ടെ. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരങ്ങൾ കൊടുക്കുക. അതിനുള്ള ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ ബൈ ഇൻഡൽഗിങ് ഇൻ ഡയലോഗ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. പോയിന്റ് എന്താണ്? ബൈ ഇൻഡൽഗിങ് ഇൻ ഡയലോഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. എന്താ പറയുന്നത്? അവരുടെ എന്ത് എക്സ്പ്രഷൻസ് ഓർ തോട്ട്സ് ഉണ്ടെങ്കിൽ അത് എൻകറേജ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ല, എന്ന് പറയൂ. മാം, അവരുടെ എന്തെങ്കിലും എക്സ്പ്രഷൻസ് ലൈക്ക് ഓപ്പൺ ആയിട്ടുള്ള തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അതിൽ എൻകറേജ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവരുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കി ഇതാക്കും. അങ്ങനെയാണോ മിസ്സേ? അപ്പം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയത് എന്താണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? മാം, ഞാനൊരു കാര്യം പറയാം. വർത്തമാനം പറഞ്ഞ ഒരു ആശയവിനിമയം നടത്തുക. എന്താണ് എന്ന് പറഞ്ഞേ? ഭാഷണത്തിലൂടെ അവരെ ആശയവിനിമയം നടത്തുക. സംഭാഷണത്തിലൂടെ അവരുമായി ആശയവിനിമയം നടത്തുക. അതെങ്ങനെയാണ്? ഡയലോഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം എന്ന് പറയുന്നത് എന്താ? ഇൻഡൽഗിങ് ചെയ്യാന്ന് പറഞ്ഞ എന്താ? ഡയലോഗ് ഇൻക്ലൂഡ് ചെയ്യാനാണോ മാം? അത് ഒന്ന് വായിച്ചു നോക്ക്, കിട്ടും. നിങ്ങളൊന്ന് വായിച്ചു നോക്കി പറഞ്ഞേ. എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഇന്റലിജൻസ് ക്രേവിങ്സ് അവരോട് സന്തോഷത്തോടുകൂടി സംസാരിക്കും. ആണോ? ഇൻഡൽഗിങ്ങിന്റെ വേർഡ് മീനിങ് എന്ത് മാം? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പറയൂ. ഇത്രയും ടീച്ചർ പറഞ്ഞു തന്നില്ലേ? ആ ഒരു സിമ്പിൾ സെന്റൻസ് ആണ് അത്. മുഴുകി എന്നാണോ? മുഴുകിയതാണ്. യെസ്, ഇൻഡൽഗി മീൻസ് മുഴുകി. നമുക്കത് എങ്ങനെ പറയാൻ പറ്റും? അവരെ ആഹ്ലാദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന സംഭാഷണങ്ങളിൽ മുഴുകി അവരുമായി ആശയവിനിമയം നടത്തി. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സംഭാഷണത്തിലൂടെ മുഴുകി അവരുമായിട്ട് ആശയവിനിമയം നടത്തുക എന്ന് പറഞ്ഞ എന്താണ്? അതിനൊരു വ്യക്തമായ ഒരു അർത്ഥത്തിലൊന്ന് പറഞ്ഞേ. കുഞ്ഞ് പറയുന്ന അതേ ആ ഒരു ഇതിലെടുത്തത് കുട്ടികൾ ഇപ്പൊ അവരുടേതായ രീതിയിലല്ലേ പറയാ. അപ്പൊ നമ്മളും അവരുടെ ആ ലെവലിൽ നിന്നിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. യെസ്, വെരി ഗുഡ്. ഇത് തന്നെ അവിടെ പറയുന്നത്. അവര് പറയുന്ന സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമുക്കറിയാം കുട്ടികൾ എങ്ങനെയാ സംസാരിക്കുന്നത്. കൊഞ്ചി കുഴഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതേപോലെ തിരിച്ച് നമ്മൾ അതേപോലെ ആശയവിനിമയം നടത്താനും നമുക്ക് കഴിയണം. ഓക്കെ, അതൊരിക്കലും ഒരു തെറ്റല്ല കേട്ടോ. അതായത് അവർക്ക് കുറച്ചുകൂടി സപ്പോർട്ട് കൊടുക്കുകയാണ് നമ്മൾ പറയുമ്പോൾ അതേപോലെ നമ്മളും സംസാരിക്കുക. അപ്പൊ അവരുമായിട്ട് അതേ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ആശയവിനിമയം നടത്തുന്ന സമയത്ത് അവര് തന്നിൽ ഒരാളായിട്ടേ അവർ നമ്മളെ കാണുള്ളൂ അല്ലെ? അപ്പൊ എന്തും പറയാമെന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് കുട്ടികളുടെ മുന്നിൽ വരികയാണ്. അപ്പൊ നല്ല രീതിയിൽ ആ ഒരു സമയത്താണ് കുട്ടികള് നമ്മളോട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാൻ തുടങ്ങുന്നത്. നമ്മളത് പറയുന്ന ഒരു വളരെ സീരിയസ് ഒരു കാര്യം എന്ന് പറയാം, നമ്മൾ സീരിയസ് ആയിട്ട് കേൾക്കുകയാണ്. ഇങ്ങനെയാണോ പറയേണ്ടത് ചൂടാവും. അങ്ങനെ ചൂടായി ശരിയാവോ? എന്താണ് അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ നമ്മളിങ്ങനെ കളിച്ച് അവിടെ സംസാരിക്കും. അവിടെ എന്താണ് അവര് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവിടെ നടത്തുന്നുണ്ട് അല്ലെ? അതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുട്ടി പിന്നെ വേറെ രീതിയിലായിരിക്കും നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് വരുന്നത്. ആ ഒരു ശരിക്കും പറഞ്ഞാൽ ലവ് ആൻഡ് കെയർ ഒക്കെ ആയിട്ട് കൂടുതൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണിത്. പക്ഷെ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? കുട്ടികളോട് അങ്ങനെയാണോ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്? ആണോ? അല്ല.
അല്ല അവരെങ്ങനെയാണോ ഇങ്ങാട് ഇടപെടുന്നത് അതേപോലെ ഒരു സ്നേഹത്തോടു കൂടി ആ കൊഞ്ചിക്കുഴയിൽ ഇങ്ങാട് വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അപ്പൊ അവരതെന്താണ് ഒരുപാട് പരിപോഷിപ്പിക്കുന്നത്. ഒരുപാട് ഡെവലപ്മെന്റ്സ് കുട്ടികൾ ഉണ്ടാവും. പിന്നെ എന്താണ്, കുട്ടികൾ ഓരോ കാര്യം വന്ന് നമ്മളോട് പറയും. ആ ഒരു പറയാനുള്ളൊരു ടെൻഡൻസി കുട്ടികൾ രൂപപ്പെടുകയാണ്. ഓക്കെ, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു ഇഷ്ടം ഉണ്ടാവേണ്ടത് നല്ല രീതിയിൽ അമ്മയോട് പോയി പറയണം എന്നൊരു ആ ഒരു ഇതിലേക്ക് കുഞ്ഞ് എത്തിച്ചേരാണ്. അല്ല, അമ്മയോടായാലും അച്ഛനായിക്കോട്ടെ ആരായിക്കോട്ടെ. അങ്ങനെ ഇപ്പൊ പാരന്റ്സ് ഓക്കെ വേണ്ട, പാരന്റ്സ് ചില പേര് അങ്ങനെ സംസാരിക്കാറില്ല എങ്കിലും പക്ഷെ ചില മുത്തശ്ശിമാർ അവരുടെ ഒപ്പം നിന്ന് കളിക്കും, സംസാരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുറെ പേര് അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ട് ചെയ്യും. അപ്പൊ അവര് പറയും, നമ്മളോട് പറയാം കുഞ്ഞു പറഞ്ഞോട്ടെ, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അവര് പറയുന്നേക്കും. പക്ഷെ നമുക്ക് ആ ഒരു സമയത്തൊന്നും മനസ്സിലായെന്ന് വരില്ല. പക്ഷെ അതൊരു പരിധി വരെ വളരെ കറക്റ്റ് ആണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ്. ആ മുത്തശ്ശനും ആ കുട്ടിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് നല്ല കറക്റ്റ് ആണ്. ശരിക്കും അതാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് അവിടെ നോക്കേണ്ടത്. അല്ല, കുട്ടി പറയുന്ന ആ സ്റ്റൈലിൽ തന്നെ നമുക്ക് തിരിച്ചു പറയാനായിട്ട് നമുക്ക് അങ്ങോട്ട് പറയാനായിട്ട് സാധിക്കണം. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്റർവിങ് ഇൻ ഡയലോഗ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. അവരുടെ സംഭാഷണത്തിൽ മുഴുകി നമ്മൾ അവരോട് ആശയവിനിമയം നടത്തുക. ഓക്കെ, അവര് വരുന്ന ഒരു പൂച്ചയെ കുറിച്ച് വന്ന് പറയുമായിരിക്കും. പൂച്ചേനെ പറ്റി കൊച്ചിനറിയാവുന്ന കാര്യങ്ങൾ കൊച്ചു പറയും. നമുക്കറിയാവുന്ന രീതിയിൽ അതിനെ കുറച്ചുകൂടി നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, യെസ്. വേണമെങ്കിൽ ഒരു പാട്ട് പാടി കൊടുക്കുക, പൂച്ചയ്ക്ക് പറ്റി ഒരു ഉണ്ടാക്കി അങ്ങോട്ട് പാടണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ വരേണ്ടത് കേട്ടോ. നിങ്ങളൊരു മോണ്ടിസോറി ടീച്ചിങ്ങിലോട്ട് വരുമ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ. എപ്പോഴും എന്തും പറയാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങളിൽ ഉണ്ടായിരിക്കാം. യെസ്. അപ്പോ അതില്ലേ, നമ്മളിപ്പം കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും ഒരു തെറ്റായൊരു ഇൻഫർമേഷൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതെന്താന്ന് വെച്ചാൽ എൻ്റെ മോൻ ചോദിക്കും, ഇതെങ്ങനെയാ ഈ മഴ ഉണ്ടാവണേ? അപ്പം ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചപ്പം അടുത്ത വീട്ടിലൊരു ചേച്ചി പറയാം, കുറച്ച് ഏജിഡായ ഒരു ചേച്ചി പറയാം, അത് ദൈവം ഇങ്ങനെ വെള്ളം കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നോണ്ടാണ്, അല്ലെങ്കിൽ ഈ മഴ പെയ്യുന്നത്, ഈ ഇടി വെട്ടുന്നത് ചെണ്ട ഇങ്ങനെ ദൈവം അവിടെ നിന്ന് കൊട്ടുമ്പോഴാണ്. പക്ഷെ അവർക്ക് ശരിക്കും അത് ഫാന്റസി റിലേറ്റഡ് ആണെങ്കിൽ കൂടെ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. നമുക്ക് അറിയില്ല, മേഘം വരുന്നു അല്ലെങ്കിൽ രണ്ട് മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ഉരസുമ്പോഴാണ് അതിൽ അങ്ങനെ മിന്നൽ വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ചെറിയ മനസ്സിലപ്പം തന്നെ കുറച്ചെങ്കിലും സ്റ്റോർ ആവും. അങ്ങനെ സയന്റിഫിക് ആയിട്ടല്ല, പക്ഷെ എന്തെങ്കിലും ഒരു കഥയൊക്കെ പോലെ കുറച്ചും കൂടെ രസത്തില് അത് രണ്ട് മേഘങ്ങൾ അങ്ങനെ ഇങ്ങനെ വന്നു, അപ്പൊ രണ്ടാളും കൂടെ ഒരുമിച്ച് മുട്ടി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി രസമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരും എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണല്ലോ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയും. അത് ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ കുട്ടികളില്ലേ, ഇപ്പൊ റീച്ച പറഞ്ഞ പോലെ അന്നിപ്പോ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് ഇപ്പൊ ദൈവം മോളിൽ നിന്ന് ചെണ്ട കുട്ടുമ്പോഴാണ് മഴ പെയ്യുന്നതാണ് ആന്റി പറഞ്ഞതെന്ന് വിചാരിക്കാം. പറഞ്ഞു കൊടുത്തു. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതേ കുട്ടി അതേ ചോദ്യം ചോദിക്കുമ്പോൾ പറയും, നമ്മൾ കുട്ടിക്ക് വേറെ അറിവ് കിട്ടിയിട്ടുണ്ട് മഴ എന്നാ ലഭിക്കുന്നത്. അപ്പൊ കുട്ടി തന്നെ ചോദിക്കും, ഇങ്ങനെയല്ലല്ലോ മഴ പെയ്യുന്നത് ആന്റി, അങ്ങനെയല്ല എന്ന് പറഞ്ഞത്, ഇങ്ങനെയാണ് മഴ പെയ്യുന്നത്. കുട്ടി തിരിച്ചറിയണം. തിരിച്ചറിയണം. അപ്പൊ അവര് പിന്നീട് ആ ചോദ്യം നമ്മളോട് എന്ത് ചോദിക്കാം, അന്ന് എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് അവര് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് റീച്ച പറഞ്ഞത് കറക്റ്റ് ആണ്. ഒരിക്കലും അവർക്ക് തെറ്റി പറഞ്ഞു കൊടുക്കാതിരിക്കാൻ. പിന്നീട് ഒരു ചോദ്യം അവര് ചോദിക്കാനൊരു ഇടവരുത്തരുത്. അതല്ലേ റീച്ച പറഞ്ഞതാണ്? യെസ് മാം, അതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളും ടീച്ചേഴ്സ് ആണ്. അപ്പൊ ഒരിക്കലും അങ്ങനെ ടീച്ചർമാരെ ചെയ്യില്ല അല്ലെ, നോണ പറയാനോ അല്ലെങ്കിൽ മറ്റൊരു തെറ്റായ രീതിയിൽ നമ്മൾ അതിന് വ്യാഖ്യാനം അവർക്ക് കൊടുക്കില്ല. എന്തായാലും കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു പോകും. നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ളത് കുഞ്ഞുങ്ങൾക്ക് തന്നെയാണെന്നുള്ളൊരു ചിന്താഗതി തന്നെ പോയാൽ മതി. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഓക്കെ, നമ്മളെക്കാൾ കൂടുതൽ ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആണ് നമ്മുടെ കുട്ടികൾ അല്ലെ. നമ്മളൊക്കെ കുറെ നാൾക്ക് മുമ്പല്ലേ ഒരു യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചത് അല്ലേ? സത്യമല്ലേ? ഇപ്പൊ ഒരു 5-6 മാസം വയസ്സെത്തിയപ്പോ പിന്നെയാണ് നമ്മളത് ഫോണൊക്കെ മര്യാദക്ക് യൂസ് ചെയ്യാനൊക്കെ പഠിച്ചു തുടങ്ങിയത്. ഒന്നും അറിയില്ലായിരുന്നു. ബ്ലൂടിക്ക് വീഴുന്നത് മറ്റേ വൺടിക്ക് വീഴുന്നത് ഒന്നും അറിയില്ലായിരുന്നു നമുക്ക് സമയം വരെ. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവര് പറഞ്ഞു തരും അതിങ്ങനെയാണ്. ഒരു വയസ്സായ കുട്ടിക്ക് ഫോൺ എങ്ങനെ എടുക്കണം, യൂട്യൂബ് എവിടെയാണ് ആപ്ലിക്കേഷൻ ഉള്ളത്, അവിടെ ക്ലിക്ക് ചെയ്ത് ലെറ്റേഴ്സ് ഒക്കെ അടിക്കാൻ വരെ കുട്ടിക്ക് അറിയാം. വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ടെക്നോളജിക്കലി ഡെവലപ്ഡ് കുട്ടികളാണ് നമ്മുടെ. ഓക്കെ, യെസ്. അപ്പൊ ഇത് മനസ്സിലായോ? പ്രൊവൈഡിങ് നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് അറ്റ് ഹോം. ഇനി നമുക്ക് പറയാവുന്ന റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ആണ്. അതവിടെ നിൽക്കട്ടെ. ടീച്ചർ വേറൊരു കാര്യം പറയാം. അടുത്തൊരു പോയിന്റില് മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ ചൈൽഡ് എന്നൊരു ഭാഗമുണ്ട്.
അതെന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് ഈ ഒരു എത്ര പോയിന്റ്സ് ഉണ്ട് 23 പോയിന്റ്സ് ഇവിടെ കൊടുത്താക്കുന്നത് ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സ് ആണ്. അപ്പൊ ആ കുട്ടി പറയുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു കുട്ടിയിൽ ഉണ്ടാവുന്ന വികസനം അവൻ പറയുന്ന രീതിയിൽ. ഇത് നോക്കി, ഐ ആം 6 months old. കുഞ്ഞു പറയാണ് എനിക്ക് 6 മാസം പ്രായമുണ്ട്. ഐ കാൻ സിറ്റ്, ഐ ലവ് ടു എന്ന് പറഞ്ഞിട്ട് കുട്ടി പറയുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഇവിടെ 6 മാസമുള്ള കുട്ടിയാണ്. പിന്നെ വരുന്നത് ആരാണ്? 1 year ഓൾഡിലെ കുട്ടി. ഇപ്പൊ 1 year ഓൾഡിലെ കുട്ടി അവൻ എന്തൊക്കെ ചെയ്യുന്നു അവൻ അവന്റേതായ ഭാഷയിൽ സംസാരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ആരാണ്? 3 years old പോയി വരുന്നുണ്ട്. 3 years old വന്നൊരു കുട്ടി വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു 4 years old. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ 6 month ഓൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് വിചാരിക്കും. മേഘനയാണ് 6 month ആയിട്ടുള്ള 6 വയസ്സുള്ള ഒരു കുട്ടി. അപ്പൊ മേഘനയായിരിക്കണം 6 വയസ്സുള്ള കുട്ടിയുടെ ഡയലോഗ്സ് പറയുന്നത്. മനസ്സിലായോ മേഘന? ഓക്കെ മാം. മേഘന പറയും ഐ ആം 6 months old എന്ന് പറഞ്ഞിട്ട് ആ 1 year അല്ലെ 6 month ഓൾഡ് ഉള്ള കുട്ടിയുടെ എവിടം വരെ ഉണ്ടോ പോയിന്റ്സ് 6 വരെ അല്ലെ, ആ പോയിന്റ്സ് കംപ്ലീറ്റഡ് ആയിട്ട് മേഘന പറയണം കേട്ടോ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് അത് പറയാൻ മാത്രമല്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു തന്നേക്കാം. പ്രിപ്പയർ ആയിട്ട് വന്നാൽ മതി നെക്സ്റ്റ് ക്ലാസ്സിൽ. പിന്നെ ഇനി 1 year 1 വയസ്സുള്ള കുട്ടി എന്ന് പറയുന്ന ആരാണ്? 1 വയസ്സുള്ള കുട്ടി നമ്മുടെ റീജക്ക് കൊടുക്കുക. റീജക്ക് 1 വയസ്സാണ്. റീജ എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്ത് ചെയ്യുന്നതെന്നാണ് റീജ പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ വായിക്കാനേ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ക്ലാസ്സിൽ അവതരിപ്പിക്കാനേ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇനി റീജക്ക് 1 വയസ്സ് കഴിഞ്ഞു. ഇനി ആരാണ്? 3 years old. 3 വയസ്സുള്ള കുട്ടി ആരാണ് ഇതിൽ? 3 വയസ്സുള്ളത് നമുക്ക് റഷീദ കൊടുക്കുക. 3 വയസ്സുള്ള റഷീദ കേട്ടോ. റഷീദക്ക് 3 വയസ്സാണ്. റഷീദ 3 വയസ്സിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ പറയണം കേട്ടോ. ഇതിലുള്ള കാര്യങ്ങൾ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി തനിക്കായ 2 സെന്റൻസ് ഉള്ളു കേട്ടോ റഷീദ, 2 സെന്റൻസ് ആയുള്ളൂ. ഇനി 4 years old. 4 years old 4 വയസ്സുള്ള കുട്ടി ആരാണ്? 4 വയസ്സുള്ള കുട്ടി നമുക്ക് റീമിന് കൊടുക്കാം. റീമിന്റെ പേരെന്താണ്? ശരിക്കുള്ള പേര് മറന്നു മേടിച്ചത്. ഓക്കെ യെസ്. അപ്പൊ 4 വയസ്സുള്ള കുട്ടി ആരാണ്? അപ്പൊ 4 വയസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ക്ലാസ്സിൽ പറയണം കേട്ടോ. ഇത് സെയിം ഇങ്ങനെ വായിക്കാം. 4 years old എന്ന് പറഞ്ഞിട്ട് ആ പോയിന്റ്സ് അതേപോലെ ഒന്ന് വായിക്കാന്നുള്ളൂ. 4 പേർക്ക് 4 ആക്ടിവിറ്റി എന്നുള്ള രീതി തന്നുള്ളൂ കേട്ടോ. ഓക്കെ, കാര്യം മനസ്സിലായോ എല്ലാവർക്കും? യെസ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ റോൾ പാരന്റ് ടീച്ചേഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എടുത്താൽ മതി കേട്ടോ. മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആക്ടിവിറ്റി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഈ ക്ലാസ്സിൽ ചെയ്തു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു? പെൻസിൽ ട്രീ. പെൻസിൽ ട്രീ. ഓക്കെ, കാണിക്കൂ. എവിടെ? കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ് കേട്ടോ, സ്പിൻ ചെയ്യട്ടെ. ആഹാ, കൊള്ളാലോ. താഴെ ഫൗണ്ടേഷൻ ആയിട്ട് പുസ്തകം കൊടുത്തല്ലേ? ഓക്കെ, വെരി ഗുഡ്. കൊച്ചു വരച്ചതാ മോളെ. അമ്മയ്ക്ക് എന്താ പണിയപ്പോ? അമ്മക്ക് പണിയല്ലേ, ഇത് എനിക്ക് അറിയത്തില്ല, ഇത് ഞാൻ വരച്ചു. അപ്പൊ അവള് ചുമ്മാണ്ട് ഇരുന്നപ്പോ നമുക്ക് ഒരു ബാഗ് ഇത് കൊടുക്കാന്നുണ്ട് ബുക്ക് വരച്ചതാ അവളെ ചുമ്മാ. ഇല്ല, കുട്ടികൾ ഹെൽപ്പ് ചെയ്തതിന് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞെന്നുള്ളൂ, നിങ്ങളും ചെയ്യണം കൂടുതൽ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? യെസ് മാം. ആരാണ്? ഫൗസിയ. ആരാണ്? ഫൗസിയ മാം. ഫൗസിയ കാണിക്കൂ. ക്യാമറ ഞാൻ ക്യാപിറ്റൽ സ്മോളും ക്യാപിറ്റലും സെപ്പറേറ്റ് ആണ് മാം ചെയ്തത്. സ്മോൾ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലേ? ഓക്കെ, കുറച്ച് ക്ലിയർ ആണോ? മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ ഫൗസിയ. താങ്ക് യു.
ഇപ്പൊ ഞാൻ ചെയ്തു മാം. പിന്നെ ആരാണ്? ഞാൻ ചെയ്തിട്ടുണ്ട് മാം. എല്ലാരും ചെയ്തവർ ക്യാമറ ഓൺ ചെയ്ത് വെച്ചോളൂ. ജീന കൊള്ളാലോ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. യെസ്, നെക്സ്റ്റ് ഉഷ. ഉഷയുടെ അവിടെ കാണുന്നില്ലല്ലോ. ഓക്കെ, യെസ്. സ്മോൾ ലെറ്റേഴ്സ് ആണോ എല്ലാവരും? ക്യാപിറ്റലും സ്മോളും ഉണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവരും കാണിച്ചിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാരും കാണിച്ചായിരുന്നു മാം, കുറെ പേര്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരാണ്? മാം ഞാൻ ചെയ്തിട്ടുണ്ട് മാം. പക്ഷേ സ്മോൾ ലെറ്റർ എനിക്ക് ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയില്ല. ഞാനപ്പോ അതില് എഴുതി വെക്കാന്ന് വിചാരിച്ചു, സമയം കിട്ടിയില്ല. മാത്രമേ ചെയ്തു. കൊള്ളാലോ. ആയി, നല്ല ഭംഗിയുണ്ട്. ലെറ്റേഴ്സ് ഒട്ടിച്ചതാണല്ലേ? എന്തോ? ലെറ്റേഴ്സ് ഒട്ടിച്ചതാണോ? ലെറ്റേഴ്സ് ഒട്ടിച്ചതാണ്, ബാക്കി ഞാൻ പെയിന്റ് ചെയ്താണ് മാം. ഏതാണ് പെൻസിൽ? എവിടെയാണോ ഇതില്? പെൻസിലില്ല, ട്രീ ആയിട്ടാ വരച്ചത് ഞാൻ. പറഞ്ഞില്ലേ, പെൻസിൽ സ്റ്റെം ആയിട്ട് വരണം, ബാക്കി അത് കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഓക്കെ മാം, ഞാൻ ട്രീ ആയിട്ടാ വരച്ചത്. അത് ഭംഗിയുണ്ട്, പക്ഷെ അത് താഴെ ഒരു പെൻസിലിന്റെ രൂപമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു വിഷ്മ. താങ്ക് യു മാം. ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട് ഞാൻ ചെയ്യാം മാം. Good morning, ma'am and friends. Let's end today's class by remembering everything we learned with a small quotes. Education is the most powerful weapon which you can use to change the world. ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് വിദ്യാഭ്യാസം. നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്. Okay, thank you everyone who was part of the class, especially our teacher Adira ma'am. Sign out by Reja Pankaj. Thank you, ma'am. Okay, thank you, Richa. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.